إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النذير والمثير والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനികളായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് മാർഗദർശനമായി നൽകിയ വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന്, കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി അനുഷ്ഠിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസീയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികൾക്കും മുഖ്ലിസുകൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, വളരെയേറെ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടിരുന്ന അതിമഹത്തായ ഒരു മാസമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ നമ്മൾ ഇടപെടുകയും ആവും വിധമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായി നമ്മൾ താല്പര്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് വിശുദ്ധ റമളാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആദ്യമേ തന്നെ സ്തുതിക്കാനുള്ളത് അതിന് അള്ളാഹുവിനെയാണ്. കാരണം അള്ളാഹുവാണ് നമ്മളെ വഴിതെറ്റിക്കാൻ പ്രതിജ്ഞയെടുത്തിരുന്ന പിശാചിനെ പിടിച്ചുകെട്ടി നമ്മളെ സ്വതന്ത്രമാക്കിയത് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങൾ നമ്മുടെ മേല് അങ്ങനെയൊന്നും ആ മാസത്തിൽ ഏശിയിരുന്നില്ല. പിന്നെ നമ്മളുടെ നഫ്സായിരുന്നു, അതിപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ട്, റമദാനിൽ നമ്മളുടെ കൂടെ ഉണ്ടാവും.
റമദാൻ കഴിഞ്ഞതോടുകൂടി അള്ളാഹു പിശാചുക്കളെ കൈറോലി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമുക്ക് ഇബാദത്തുകളിൽ ഉണ്ടായിരുന്ന താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാസ്തവമായൊരു കാര്യമാണ്. ആരാധനകൾക്ക് ആലസ്യം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുള്ള സംഗതിയാണ്. നോമ്പുകാലത്ത് സമയത്തിന് മുമ്പേ ഫർള് നിസ്കാരത്തിനെത്തിയിരുന്നവർ ഇപ്പൊ അങ്ങനെ എത്താൻ പറ്റുന്നില്ല. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ കഴിയുന്നത് പോലെയൊക്കെ റമദാനിൽ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ മസ്ബൂഖ് ആവുകയാണ്. നിസ്കാരത്തിൽ പിന്തിയാണ് ഇപ്പോൾ വരുന്നത്. ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഇനിയുള്ള ജീവിതത്തെ തഖ്വയിലധിഷ്ഠിതമായ ജീവിതമാക്കാനായി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതമാക്കാനായി നമ്മെ സഹായിക്കുന്നതിന് നമ്മളുടെ കൂടെ നിത്യമുണ്ടാവേണ്ട ഓർമ്മ ഈ ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്ന് തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടെ നമ്മൾ ഇടപെടണം. അത് ഇടപെടാനുള്ള ഊർജം നമ്മൾ റമദാൻ മാസത്തിൽ സംഭരിച്ചിട്ടുണ്ട്. റമദാൻ നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കാനായി നൽകിയത് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അപ്പൊ തഖ്വ നമുക്ക് റമദാനിൽ ഒരു മാസം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും നമ്മൾ റമദാന് മുമ്പുണ്ടായിരുന്ന ആ ഒരു മാസത്തിലെ തഖ്വയുടെയും ഇഖ്ലാസിന്റെയും ഈമാനിന്റെയും നിലയിലായിരിക്കില്ല. അതിനേക്കാളൊക്കെ നമ്മുടെ ഗ്രാഫ് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ കുറെ കൂടെയൊക്കെ പിശാചിന്റെ പ്രലോഭനങ്ങൾ എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമുക്ക് കഴിയണം. നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ റമദാനിൽ ഒന്നും നേടിയില്ല എന്നുള്ളതാണ്. പക്ഷെ റമദാൻ അങ്ങ് പോയതോടുകൂടി നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ ആലസ്യം, ഈ അലസത, ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം? എങ്ങനെ നമുക്ക് ഇനിയും വിവാദത്തിൽ പൂർവോപരി ശുഷ്കാന്തിയോടെ മുന്നേറാം എന്നൊരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മളുടെ ദൈനംദിന ആരാധനകളുണ്ട്. ഈ ദൈനംദിന ആരാധനകളെ ആദ്യം ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ എല്ലാം ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ വീട്ടില് പല സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൂടിക്കിടക്കുന്നത് പോലെ എല്ലാം ഓരോരോ നിലയിലാണ്. റമദാനിൽ ഉണ്ടായിരുന്ന ജീവിത രീതി എന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ജീവിതത്തിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒന്ന് കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. പള്ളി നിസ്കാരത്തിന്റെ സമയമടക്കം മാറിയിട്ടുണ്ട്. റമദാൻ മാസത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ സുബഹി നിസ്കാരമൊക്കെ 10-15 മിനിറ്റ് ഒക്കെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞാണ് അല്ലെ, ഇശാ നിസ്കാരത്തിന്റെ സമയം, നാല് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് കുറച്ചുകൂടെയൊക്കെ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതെല്ലാം ഒന്ന് മാറി വന്നിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് റമദാനിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം നോക്കിയിട്ട് പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് പഴയ നിലക്ക് ഒന്ന് അടുക്കി കൂട്ടി ഒന്ന് വെച്ച് നമ്മുടെ ഒരു പുതിയ ഒരു ജീവിത സംവിധാനവുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെട്ടു വരണം. പുതിയ ജീവിത രീതിയുമായിട്ട് നമ്മൾ നമ്മളെ തന്നെ പൊരുത്തപ്പെടുത്തിയെടുക്കണം. അതിനെന്ത് നമുക്ക് ചെയ്യാൻ കഴിയാമെന്നാണ്. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ആദ്യ നിർബന്ധമായ സംഗതി നിസ്കാരമാണ്. അതാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ആരാധന എന്ന് പറയാവുന്നത്. നിസ്കാരത്തിലേക്കുള്ള ഒരു വിളിയുണ്ട് പള്ളിയിൽ. അവിടെ തന്നെ തുടങ്ങും. ബാങ്കിന് നേരാവണ്ണം നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് അത് ജവാബ് കൊടുത്ത് അവിടെ നിന്ന് തുടങ്ങണം. ബാങ്കിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് പള്ളി നിസ്കാരമാണ് സാധാരണഗതിക്ക്. അപ്പൊ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ താളം തുള്ളി നിൽക്കാൻ സമയമില്ല. ബാങ്ക് കേൾക്കുന്നു, എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അവസാനിപ്പിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, ഉളു എടുക്കുന്നു, പള്ളിയിലേക്ക് വരുന്നു, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഓടി വന്നാൽ തന്നെ. അപ്പൊ ബാങ്കിന് ആദ്യം ശ്രദ്ധ കൊടുക്കണം. ബാങ്കിന് മുഅദ്ദിൻ പറയുന്നതിന് മറുപടി കൊടുക്കാൻ കഴിയണം. അതിന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉളുവെടുത്ത് പള്ളിയിലേക്ക് വന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം. റമദാൻ കഴിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ റവാത്തിബ് സുന്നത്തുകളാണ്.
ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. റമദാനിൽ നമ്മൾ നഷ്ടപ്പെടുത്താതെ പരമാവധി നമ്മൾ നോക്കി. ളുഹറിന് മുമ്പും ശേഷവും വെറും 2 റക്അത്ത് വീതമൊക്കെ നിസ്കരിച്ചു കൊണ്ടിരുന്ന പലരും 4 നിസ്കരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തിട്ട് പള്ളി വന്ന് ആകാതിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നേരം ഉണ്ടാവും, അവിടെ 2 കൂടെ നിസ്കരിച്ചേക്കാം എന്ന് നമ്മൾ കരുതി. അത് മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാറിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ട് ഫർദ് നിസ്കാരം തന്നെ പിന്തി വരാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, അതിനുമ്പത്തെ സുന്നത്ത് കിട്ടി. ഇപ്പൊ ളുഹറിന് പള്ളി വന്നാൽ ചിലപ്പോ ഇമാമിന്റെ കൂടെ അവസാനത്തെ റകഅത്ത് കിട്ടിയെങ്കിലായി എന്ന ഗതിയാണ് ബഹുഭൂരിപക്ഷത്തിന് സംഭവിച്ചു പോയിട്ടുള്ളത്. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങളെ തിരിച്ചു പിടിച്ചേ മതിയാകൂ. സുന്നത്ത് നിസ്കാരങ്ങളെ എന്തിനു തിരിച്ചു പിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മു ഹബീബ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം സഹീഹായി നിവേദനം ചെയ്ത ഹദീസ്. ആ ഹദീസ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് എല്ലാ ദിവസവും രാവിലെ ആ ഹദീസ് ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നു. മൻ സ്വല്ലാ ഫീ യൗമിൻ വലൈലത്തിൻ 12 റകഅത്തൻ തതവ്വുഅൻ ഗൈറ ഫരീള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളല്ലാത്ത 12 റകഅത്ത് നിസ്കാരം ഒരാൾക്ക് രാത്രിയും പകലുമായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ, ഫർളല്ലാത്ത 12 റകഅത്ത്, ഫർള് പിന്നെ നിർവഹിച്ചേ മതിയാകൂ. അതിനി അള്ളാഹു കൂലി തരാന്ന് പറഞ്ഞാലും തരില്ല എന്ന് പറഞ്ഞാലും ചെയ്തേ പറ്റുള്ളൂ. ഫർളായി പോയതാണല്ലോ. അന്ന് കൂലി തരില്ല എന്നല്ല കേട്ടോ, അള്ളാഹു ഫർളിന് വലിയ കൂലി തരും. പക്ഷെ അതിന് കൂലി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെയും അത് ഫർളായ സ്ഥിതിക്ക് നമ്മൾ ചെയ്തേ മതിയാവും. അപ്പൊ ഫർള് നിസ്കാരം മാറ്റി വെക്കുക. ഫർള് നിസ്കാരം അല്ലാത്ത സുന്നത്തായ നിസ്കാരങ്ങൾ ഒരാൾക്ക് രാവും പകലുമായി 12 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. സ്വർഗത്തിൽ അള്ളാഹു ഒരു വീടുണ്ടാക്കി കൊടുക്കും. 12 റകഅത്ത് നിസ്കരിക്കുന്നതോടുകൂടി സ്വർഗത്തിൽ നമുക്കായിട്ടൊരു വീടുണ്ടാക്കപ്പെടുകയാണ്. പറയാൻ ശ്രദ്ധിക്കണം, ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി അള്ളാഹു പറയും. ഈ സ്വർഗത്തിൽ വീടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിന് അറബിയിൽ പറയുന്ന പേര് മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളുമൊത്ത് സസുഖം വാഴുന്ന ഇടമാണ് മസ്കൻ. ഇവിടെ റസൂൽ പറഞ്ഞത് ബൈത്ത് എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി തലചായ്ക്കാൻ ഒരു ഇടം എന്നേ ഉള്ളൂ. ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴൊക്കെ പലരും ടൂറിലുമാണല്ലോ. ഒരു റിസോർട്ടൊക്കെ എടുത്ത് രാത്രി അവിടെ നിന്ന് കിടന്ന് ഒന്നുറങ്ങി വരുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. റിസോർട്ട് ഒരു ബൈത്താണ്, ഹോട്ടൽ റൂം ഒരു ബൈത്താണ്, ലോഡ്ജ് റൂം ഒരു ബൈത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഊട്ടിയിൽ 12 റകഅത്ത് ളുഹർ 12 റകഅത്ത് സുന്നത്ത് ഒരു ദിവസം നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊട്ടിയിലൊരു റിസോർട്ട് തരാം. അടുത്തൊരു 12 റകഅത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ വേറെ റിസോർട്ട് തരാം, തായ്ലൻഡിൽ മറ്റൊന്ന് തരാം, വാഗമണ്ണിൽ പിന്നെ വേറൊന്ന് വരാം, കുട്ടിക്കാനത്ത് മറ്റൊന്ന് വരാം. ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് ചാടി വീടില്ലേ? എനിക്ക് ഒരു ബൈത്ത് മതി നമ്മൾ ആരെങ്കിലും പറയും? ഇല്ലല്ലോ. എത്ര കിട്ടിയാലും നമ്മൾ വാങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. അങ്ങനെയെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് റിസോർട്ടുകൾ ഉണ്ടാവട്ടെ. അപ്പൊ ആ ബൈത്തിനെ നിങ്ങൾ വീടെന്ന് മനസ്സിലാക്കരുത്. സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് റിസോർട്ട് പണിത് തരും വെറും 12 റകഅത്ത് നിസ്കാരം കൊണ്ട്. ഏതാണ് ഈ 12 റകഅത്ത്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ളുഹറിന് മുമ്പ് 4 റകഅത്ത്, വറകഅത്തൈനി ബഅദഹ, ളുഹർ കഴിഞ്ഞിട്ട് 4 റകഅത്ത്, വറകഅത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 2 റകഅത്ത്, വറകഅത്തൈനി ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റകഅത്ത്, വറകഅത്തൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റകഅത്ത്. ഇത് വേണമെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിന്റെ വിശദീകരണം മുഹദ്ദിസുകൾ പറഞ്ഞതേ ഉള്ളൂ. ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, അസറിന് മുമ്പ് 2, മഗ്രിബ് കഴിഞ്ഞിട്ട് 2, ഇശാക്ക് മുമ്പ് ശേഷം 2, സുബഹിക്ക് ശേഷം 2. അങ്ങനെ വേണമെങ്കിൽ ആയിക്കോളി, പ്രശ്നമില്ല. നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ള പോലെ. അപ്പോഴും 12 ആയിരുന്നു. എങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ എത്ര റിസോർട്ടുകൾ നമുക്ക് സ്വർഗത്തിൽ വാങ്ങാൻ കഴിയും എന്ന് ആലോചിച്ചൂടെ? സ്വർഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ നമുക്ക് സ്വർഗത്തിന്റെ ചിത്രം വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത് രമ്യഹർമ്മ്യങ്ങളുള്ള അതിമനോഹരമായ പാർക്കുകളുള്ള, താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളുള്ള, അതിൽ തന്നെ അല്ലെ
നാലാറും പാലാറും തേനാറും കള്ളാറും പോലോ പാട്ടിൽ അശകുന്ന പാട്ടുകൾ ഇങ്ങനെ വന്നിട്ടില്ലേ? പലതരത്തിലുള്ള കള്ളിന്റെയും പാലിന്റെയും തേനിന്റെയും ഒക്കെ പുഴകളൊക്കെ ഒഴുകുന്ന വർണ്ണിക്കാനാവാത്ത അതിമനോഹരമായ ഒരിടം എന്നാണല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന സ്വർഗം എന്നുള്ളത് ഒരു ഊഷരഭൂമിയാണ്. അവിടെ പാലും തേനും ഒഴുകുന്ന അരുവികൾ ഉണ്ടാക്കേണ്ടതും, അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതും, അവിടെ പുഷ്പിച്ചു നിൽക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കേണ്ടതും, അവിടെ റിസോർട്ടുകൾ പണിയേണ്ടതും നമ്മളുടെ ആരാധനകൾക്കുണ്ടാണ്. ഈ ആരാധനകളുടെ എണ്ണം കുറയുമ്പോ നമ്മൾ പാർക്കാൻ ചെല്ലുന്ന സ്വർഗത്തിൽ ഒന്നും ഉണ്ടാവില്ല, സ്വർഗം തന്നെ കിട്ടൂല. നമ്മൾ പണിയെടുത്തില്ല, അല്ലാഹ് സ്വർഗം നമുക്ക് തരില്ല. അവിടെ ചെന്ന് പണിയെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മരുഭൂമിയായ സ്വർഗം അല്ലാഹ് ആർക്കും തരില്ല. നേരത്തെ സ്വർഗത്തിലേക്ക് വേണ്ടുന്നത് പണിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പെർമിഷൻ ഉണ്ടാവുള്ളൂ. അതിനെ റസൂൽ പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്നുള്ളത്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോല് കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ഉണ്ടാവണം. അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് വെറുതെ അല്ലാഹ് താക്കോല് കൊടുക്കില്ല. വിശ്വാസം ഉണ്ടാവണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം, നിസ്കാരം ഉണ്ടാവണം, നോമ്പുണ്ടാവണം, ബാക്കി കർമ്മങ്ങളൊക്കെ ഉണ്ടാവണം. ഞാനിത് പറയുമ്പോ സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിന്റെ ഗതിയെ നമ്മൾ ആലോചിച്ച് നോക്കി. നമുക്കിപ്പോ ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എത്ര സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഈ 12 റക്അത്ത് പൂർണ്ണമായി കൊടുത്താൽ മാത്രമേ അവിടെ ബിൽഡിംഗ് ആവുള്ളൂ. പാർക്കാൻ പറ്റുന്നൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ സിമെന്റ് കൊണ്ട് ഇങ്ങനെ കട്ട കെട്ടി പൊക്കിയിട്ട് തൽക്കാലം തേച്ചിട്ട് അങ്ങനെ കെട്ടിടത്തിൽ താമസിക്കാൻ കഴിയില്ലല്ലോ. അത് പ്ലാസ്റ്റർ ചെയ്യണം, അവിടെ പ്ലംബിംഗ് വയറിങ്ങൊക്കെ നടത്തണം, പെയിന്റ് അടിക്കണം, ഫർണിച്ചറുകൾ ഇടണം, അപ്പോഴല്ലേ കെട്ടിടാവുള്ളൂ. അപ്പൊ ഈ 12 റക്അത്ത് ദിവസം ഉണ്ടാവണം. 12 റക്അത്ത് ദിവസം ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്ക് സ്വർഗം തരിക. അപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന എവിടെ മുതൽ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് മുതൽ നമുക്ക് നഷ്ടപ്പെട്ടു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ മഹത്വം, നേട്ടം, നന്മ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. കാരണം ഈ 2 റക്അത്ത് എന്നുള്ള നേരത്തെ പറഞ്ഞ ഈ 12 റക്അത്ത് കൊണ്ട് കിട്ടേണ്ടുന്ന വീടുണ്ടാക്കാനുള്ള അതിന്റെ അസ്ഥിവാരാണ്, ഒരു ദിവസത്തിന് തുടക്കമാണല്ലോ. സുബഹിന്റെ 2 റക്അത്തിലാണ് നമ്മൾ അന്നത്തെ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ട് തുടങ്ങുന്നത്. പിന്നെ ളുഹറായി, അസ്റായി, മഗ്രിബായി, ഇശായോട് കൂടി നമ്മുടെ കെട്ടിടം പൂർത്തിയായി കഴിക്കുന്നു സ്വർഗത്തിൽ. ആലോചിച്ചു നോക്കൂ, ഇത് തിരിച്ചു പിടിക്കാൻ കഴിയും. ഇതെല്ലാ ദിവസവും നമുക്ക് വേണം. നമ്മുടെ ആയുസ്സിൽ ഒറ്റ ദിവസം പോലും സ്വർഗത്തിൽ ഭവനം പണിയാത്ത ദിവസം നമുക്കുണ്ടാകരുത്. റമളാനി നമ്മളതിങ്ങനെ അറിയാതെ ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് പറയും. റമളാൻ കഴിയുമ്പോ ഈ ഒരു ആവേശത്തോടെ വേണം നമുക്കിതിനെയുമായി മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് റമളാൻ മാസത്തിൽ വർദ്ധിപ്പിച്ച നമസ്കാരങ്ങൾ കുറച്ചെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ, റമളാനിൽ 20 റക്അത്തൊക്കെ വെച്ച് നമ്മൾ തറാവീഹ് നിസ്കരിച്ചിട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 12 റക്അത്ത് എന്നുള്ളത് കുറെ റമളാനി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഫർളല്ലാത്ത 12 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീട് എന്നാ പറഞ്ഞത്, ഒരു റിസോർട്ട് എന്നാ പറഞ്ഞ റസൂൽ പറഞ്ഞത്. അങ്ങലേക്ക് 12 ആകുമ്പോഴത്തേക്കും 24 36 2 വീടായി, 3 വീടായി, 4 വീടായി. തറാവീഹുകളിലൂടെ, തഹജ്ജുദുകളിലൂടെ, ഖിയാമുൽ ലൈലുകളിലൂടെ, മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ എമ്പാട് നമുക്ക് കിട്ടിയില്ലേ? റമളാൻ കഴിയുമ്പോൾ ഒരു ദിവസം ഒരു വീടെങ്കിലും നമുക്ക് പണിയാൻ കഴിയണമെങ്കിൽ റമളാൻ മാസത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നിസ്കാരങ്ങൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റണം. രാത്രിയുടെ പകുതി മുതൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും അത് റമളാൻ നമ്മൾ ചെയ്തു. ഖിയാമുൽ ലൈലൊക്കെ നമ്മൾ അലാറം വെച്ച് എണീച്ചു 3 മണിക്കൊക്കെ. പക്ഷെ റമളാൻ കഴിയുമ്പോഴത്തേക്കും 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കാരം നമുക്ക് മുടങ്ങാതെ കൊണ്ടുപോകാൻ കഴിയണം. ആ 2 റക്അത്തുകളിലെങ്കിലും നമ്മുടെ നാഥനോട് സുജൂദിൽ കിടന്ന് ഇരക്കാൻ കഴിയണം, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നിസ്കാരത്തിലെ സുജൂദിലെ പ്രാർത്ഥനയുടെ ഒക്കെ മഹത്വം നമുക്കറിയാലോ. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസൊക്കെ തന്നെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നല്ലേ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു ദാസൻ തന്റെ നാഥനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു ദുആ. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആ അധികരിപ്പിച്ചോളി. സുജൂദിൽ ദുആ അധികരിപ്പിച്ചോളൂ. സുജൂദ് ഉണ്ടെങ്കിലല്ലേ ദുആ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പാതിരാവുകളിൽ 2 റക്അത്തിന് വേണ്ടി എഴുന്നേക്കണ്ടേ?
പള്ളിയിട്ട് ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷവും കിട്ടുന്ന റവാത്തിബ് സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന ആ സുന്നത്തുകൾ എന്തായാലും നിങ്ങൾക്ക് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടൂല. നമ്മൾ പള്ളിയിൽ വരുന്ന സമയം തിരിച്ചു പോകുന്ന സമയമൊക്കെ അറിയാലോ, കച്ചവടത്തിന്റെ തിരക്കിലും മറ്റു തിരക്കിന്റെ ഇടയ്ക്കിട്ട് നമ്മൾ പള്ളിയിലേക്ക് ഓടി വരുന്നത്. അപ്പൊ 2 റക്അത്ത് സുന്നത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് കഴിച്ചിലായി എന്നല്ലാതെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്ക് കിട്ടൂല. അപ്പൊ ആ സമയം നമ്മൾ ഈ പറഞ്ഞ റമളാൻ മാസത്തിൽ നമ്മൾ അത്താഴം കഴിക്കാൻ എഴുതേക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പ്രാർത്ഥിക്കണം സുജൂദിൽ. ഈ സുജൂദിലെ പ്രാർത്ഥന പറയുമ്പോഴത്തേക്കും എന്താണ് സുജൂദിലെ പ്രാർത്ഥന? സുജൂദിലെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പണ്ഡിതന്മാരടക്കം പലരും ഇങ്ങനെ വളച്ചു കെട്ടി അവതരിപ്പിക്കാറുണ്ട്, അറിയാത്തത് കൊണ്ടാവാം. സുജൂദിൽ എന്താണ് പ്രാർത്ഥിക്കുക? സുജൂദിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? സുജൂദിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് നിസ്കാരത്തിൽ പറയാൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരത്തിൽ പറയാൻ വേണ്ടി പഠിപ്പിച്ചു പ്രാർത്ഥനയാണ്, നിസ്കാരത്തിൽ പുറത്തു പറയാൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി. നബിയെ, എനിക്ക് എന്റെ നിസ്കാരത്തിൽ പറയാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരൂ. എനിക്ക് എന്റെ നിസ്കാരത്തിൽ പറയാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പഠിപ്പിച്ചു തരൂ. ചോദിക്കുന്നത് അബൂബക്കറാണ്, റസൂലിനോടാണ് ചോദിക്കുന്നത്, തന്റെ ആത്മമിത്രം ചോദിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ റസൂലിനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന എന്തായാലും മോശമാവാൻ തരയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തന്നെ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്താണെന്നറിയോ? മുത്തഫഖുൻ അലൈഹി ഹദീസിൽ സ്വഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കതീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഞാൻ എന്നോട് കുറേ അതിക്രമം ചെയ്തു പോയിട്ടുണ്ടെന്നാണ്. കുറേ അക്രമം ഞാൻ എന്നോട് ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ഈ പാപങ്ങളൊന്നും പുറത്തു വരാൻ ഞാൻ വേറെ ആരില്ലല്ലോ, നീയല്ലേ പാപം പൊറുക്കാനുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക, നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് പാപമോചനം താ അല്ലാഹ്. വർഹംനി, നീ എന്നോട് കരുണ കാട്ടുന്നാഥാ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവനും നീയാണ് കരുണ കാട്ടുന്നവനും. അപ്പൊ നിസ്കാരത്തില് സുജൂദിൽ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് തീരുമാനായി. സുജൂദിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, മഗ്ഫിറത്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. പാപമോചനമാണ് നമ്മൾ നിസ്കാരത്തിലെ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ടത്. റഹ്മത്താണ് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ ഗുരുതരമായ പാപം ചെയ്ത് ജീവിക്കുകയാണ്. ഈ ഗുരുതരമായ പാപം എന്ന് പറയുമ്പോൾ എല്ലാവരും വൻപാപം ചെയ്യാന്ന അർത്ഥത്തിലല്ല കേട്ടോ. വൻപാപങ്ങൾ സംഭവിക്കുന്നവരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്, ചെറിയ പാപങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. ഇനി അള്ളാഹിന്റെ അടുക്കൽ എല്ലാ പാപവും ഗുരുതരം തന്നെയാണ്. പാപങ്ങളെ വേർതിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പാപം കുഴപ്പമുള്ള പാപം, കുറച്ച് കുഴപ്പമില്ലാത്ത പാപം, അങ്ങനെയല്ല. പെറ്റി കേസും ബാക്കി അല്ലാത്ത കേസും പോലെ അങ്ങനെയൊന്നുമില്ല. പാപങ്ങളെല്ലാം ഗുരുതരം തന്നെയാണ്. ഒരു വിശ്വാസി പാപത്തെ അങ്ങനെയാണ് കാണേണ്ടതും. പാപങ്ങൾ തന്റെ മേലേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മല പോലെ വിശ്വാസി മനസ്സിലാക്കുന്നു. സൂറത്തു നിസായിലെ 153-ാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ പാപങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സല അലൈഹിം കിതാബൻ മിനസ് സമാ. അഹ്ലു കിതാബുകാര് അവരുടെ പ്രവാചകനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു ആകാശത്ത് ഒരു ഗ്രന്ഥം ഇറക്കി തരൂ. ഫഖദ് സഅലൂ മൂസ അക്ബറ മിൻ ദാലിക്. ഈ സംഭവങ്ങൾ പറഞ്ഞ അള്ളാഹു പറയുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ഇതിലും ഗുരുതരമായ തെറ്റ് ആ പ്രവാചകനോട് ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ ഗുരുതരമായ ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്തെന്നറിയോ? അരിനല്ലാഹ ജഹറ, ഞങ്ങൾക്ക് അള്ളാഹിനെ ഒന്ന് കാണിച്ച, അള്ളാഹിനെ ഞങ്ങൾക്ക് കാണിച്ച. അള്ളാഹിനെ കാണിച്ചു തരൂ എന്ന് പ്രവാചകനോട് പറഞ്ഞതോടുകൂടി, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതോടുകൂടി അവരുടെ മേലേക്കൊരു കൊടും പാദം ഇറങ്ങി വന്നു എന്നാണ്. ഒരിടുത്തി അവരുടെ മേലേക്ക് വന്നു, ഒരു അട്ടഹാസം അവരുടെ മുകളിലേക്ക് വന്നു വീണു. അതോടുകൂടി അവരൊക്കെ മരിച്ചു കഴിഞ്ഞു. വിശുദ്ധ സൂറ അൽ ബഖറയിലെ വിഷയം അള്ളാഹു വിശദമായി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സൂറത്ത് നിസായിൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു പോവാണ്. ബനൂ ഇസ്രായേലിന്റെ തിന്മയെ കുറിച്ചിട്ട് അള്ളാഹിനെ പരസ്യമായിട്ട് കാണിച്ചു തരൂ എന്ന തിന്മയും അതിന്റെ പേരിൽ അള്ളാഹു അവരെ മരിപ്പിച്ചു കളഞ്ഞതും. മറ്റൊരു അവസരത്തിൽ കാണുന്ന ബനൂ ഇസ്രായേലിയർ അള്ളാഹുവിന് പകരം പശുക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചു. തൗറാത്ത് എന്ന വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും അവർ പശുക്കുട്ടിയെ ആരാധിക്കാൻ നിന്നു. അപ്പൊ ഈ രണ്ട് ഗുരുതരമായ തെറ്റുകളെ കുറിച്ച് അള്ളാഹ് പറയാണ്. ഒന്ന്, അവർ പ്രവാചകനോട് അള്ളാഹിനെ കാണിച്ചു തന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. രണ്ട്, അവർക്ക് വേദഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞിട്ടും
ഇവർ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്തു. ഈ രണ്ട് ഗുരുതരമായ തെറ്റ് ചെയ്ത ബനൂ ഇസ്രായേലിനോട് അല്ലാഹ് പറയുന്നു ഫഅഫൗനാ അൻ ദാലിക്, അതൊക്കെ ഞാൻ അവർക്ക് മാഫ് ചെയ്തു കൊടുത്തു. നോക്കൂ, എത്ര ഗുരുതരമായ തിന്മയാണ് ചെയ്തത്. വളരെ ഗുരുതരമായ തിന്മ ചെയ്ത ബനൂ ഇസ്രായേലിനോട് അല്ലാഹ് പറയുന്നു ഫഅഫൗനാ അൻ ദാലിക, നാം അതവർക്ക് പുറത്തു കൊടുത്തു. മൂസ സുൽത്താനം മുബീന, മൂസയ്ക്ക് വ്യക്തമായ മറ്റൊരു ദൃഷ്ടാന്തം നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, പശുക്കുട്ടിയെ ആരാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ പരസ്യമായി ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകരോട് ആവശ്യപ്പെടുന്നത് പോലെ ഗുരുതരമായ തെറ്റ് ചെയ്ത സമുദായത്തിന് അള്ളാഹു പുറത്തു കൊടുത്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്ന് തീർച്ചയാണല്ലോ. പക്ഷെ അള്ളാഹുടെ ചോദിക്കണം, ഇത് നമ്മൾ നിസ്കാരത്തിലടക്കം നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കൂ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, സുജൂദിൽ നമുക്ക് ചോദിക്കേണ്ട പ്രാർത്ഥന നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നന്നാക്കാനൊന്നുമില്ല. ചില മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി നിസ്കാരത്തിൽ, അങ്ങനെയൊന്നുമില്ല. നിസ്കാരത്തിൽ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ നിസ്കാരത്തിൽ എന്താ കഥ ഇരിക്കുന്നു? ഖുതുബയല്ലേ മലയാളത്തിൽ വേണ്ട, നിസ്കാരമല്ലല്ലോ. നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്നോട് ചെയ്യാനുള്ള സാധനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ ചോദിക്കാൻ മറ്റു സമയങ്ങളുണ്ടല്ലോ. സുജൂദിലെ പ്രാർത്ഥന എന്നുള്ളത് മഗ്ഫിറത്ത് ചോദിക്കാനാണ്. എന്തുകൊണ്ട് മഗ്ഫിറത്ത് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് മറ്റെന്തും കിട്ടുന്നതിനേക്കാളും ആവശ്യം അള്ളാന്റെ ഭാഗത്തുനിന്ന് അഫ്വ് കിട്ടലാണ്. പടച്ചോൻ അവന്റെ പാപം പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ കരുണ കിട്ടുക എന്നുള്ളതാണ്. അത് ഞാൻ പറയണല്ല, ഖുർആൻ പറയുന്നത് സൂറത്ത് ആലു ഇംറാനിൽ 57 ആയത്തിൽ കാണാം, ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ എന്തു ഭൗതിക വിഭവങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നതിനേക്കാളും ഉത്തമം, മെച്ചം, നല്ലത് നിങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കരുണ കിട്ടുക എന്നുള്ളതാണ്. ഈ കരുണയാണ് അള്ളാഹുവിനോട് നമ്മൾ സുജൂദിൽ ചോദിക്കേണ്ടത്, നിസ്കാരത്തിൽ ചോദിക്കേണ്ടത്, നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത്. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, സൂറത്ത് സുഖ്റൂഫിലെ 32 ആയത്തിൽ ഇതേ സംഗതി ആവർത്തിക്കുന്നു. അള്ളാഹിന്റെ കരുണ എന്നുള്ളതാണ് നിങ്ങൾ ഭൗതിക വിഭവങ്ങൾ ഒരുക്കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കരുണ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. കാരണം ഇഹലോക ജീവിതം എന്നുള്ള കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞു പോകുമല്ലോ. പരലോകത്തേക്കാണ് നമുക്ക് എമ്പാടും ജീവിക്കേണ്ടത്. ആ സമയത്ത് അള്ളാഹിന്റെ കരുണ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ നഷ്ടത്തിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചിട്ട് പ്രാർത്ഥനകളിലേക്ക് തിരിച്ചു പോവുക, നിസ്കാരം തിരിച്ചു പിടിക്കുക. ആ നിസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കണം. കരുണാവാരിധിയായ നാഥൻ റമളാൻ കഴിഞ്ഞുള്ള നമ്മളുടെ ഈ സഞ്ചാരത്തിൽ, ഈ യാത്രയിൽ ഇനിയും നിസ്കാരത്തെ കൂട്ടിപ്പിടിക്കാൻ, പ്രാർത്ഥനകളെ കൂട്ടിപ്പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, വിധിവിലക്കുകളിൽ തഖ്വ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ച തമ്പുരാനോട് നമുക്കൊത്തിരി ചോദിക്കാനുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സാധാരണ റമളാനിലാണ് പറയാറുള്ളത്, റമളാനിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥന റമളാനിൽ മാത്രമല്ല, നിസ്കാരം റമളാനിൽ മാത്രമല്ല എന്നതുപോലെ പ്രാർത്ഥനയും റമളാനിൽ മാത്രമല്ല. റമളാനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സകല കർമ്മങ്ങളും റമളാൻ അല്ലാത്തപ്പോഴും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ തുടർച്ച ഉണ്ടാകണം എന്ന് പറയുന്നത്. അത് അവിടെ കൊണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാണ്, ഇതിന്റെ തുടർച്ച ഉണ്ടാകും. ഈ തുടർച്ചയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയത്തെ കുറിച്ചുള്ള ചർച്ചയിലാണ്. പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയം ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. അത് റമളാൻ കൊണ്ട് അവസാനിച്ചില്ല. അങ്ങനെ ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിലൂടെ നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. പള്ളി നേരത്തെ കയറി കഴിഞ്ഞാൽ അതെല്ലാ വക്കത്തും, ജുമാക്ക് മാത്രം എല്ലാ നിസ്കാരത്തിനും പള്ളിയിൽ നേരത്തെ കയറി കഴിഞ്ഞാൽ ബാങ്ക് കേട്ടിട്ടാണല്ലോ പള്ളിയിലേക്ക് വരിക. ഇഖാമത്തിന്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയ്ക്കുള്ള ഈ സമയം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം
തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന ദുആ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാം ഫദ്ഉ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം എന്നത് പ്രാർത്ഥനകൾ തള്ളപ്പെടുന്ന സമയം അല്ല. ശ്രദ്ധിച്ചു കേട്ടോളി. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം പ്രാർത്ഥനകൾ തള്ളപ്പെടുന്ന സമയമല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് തരും. റസൂൽ അതുകൊണ്ട് പറയുന്നത് ഫദ്ഉ, അതുകൊണ്ട് നിങ്ങൾ ആ സമയം നോക്കി പ്രാർത്ഥിച്ചോളി. ഇത് റമദാൻ മാസത്തിലേക്ക് മാത്രമല്ലല്ലോ. ബാങ്ക് ഇഖാമത്ത് റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്തപ്പോഴും ഉണ്ട്. അപ്പൊ റമദാൻ അല്ലാത്തപ്പോഴും ബാങ്ക് കേട്ട ഉടനെ പള്ളിയിലേക്ക് ഓടി വരികയാണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നേട്ടം ഒന്നല്ല. അപ്പൊ നമ്മൾ നേരത്തെ കേട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതോട് സ്വർഗത്തിൽ നമുക്കൊരു വീടായി. ഈ 12 റക്അത്ത് നിസ്കരിച്ച് സ്വർഗത്തിൽ വീട് നേടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ പടച്ചവനോട് പറയാമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ സുജൂദിൽ തന്നെ അതിനു വേണ്ടി സമയം നമ്മൾ തിരക്ക് കൂട്ടണമെന്നില്ല, മറ്റു സമയങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ സമയം ഉപയോഗിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കടബാധ്യതയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ രോഗത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക്, ആൺമക്കൾക്ക് പെൺമക്കൾക്കും ഒത്ത വരനെയും വധുവിനെ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ സങ്കടം അല്ലാഹ് പറഞ്ഞു. നിങ്ങളുടെ മക്കൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ആ സമയം വിനിയോഗിച്ചുള്ളൂ അല്ലാഹ് പറയാനായിട്ട്. എത്രയേറെ സന്ദർഭങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് എന്റെ എളിയ അഭ്യർത്ഥന, റമളാനിന്റെ ആ ചൈതന്യം അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണം. നിസ്കാരം മാറ്റിവെക്കല്, പ്രാർത്ഥന മാറ്റിവെക്കല്, സുന്നത്ത് നോമ്പുകൾ ഒഴിവാക്കല്, ഖുർആൻ ഒഴിവാക്കരുത്, ദിക്ർ ഒഴിവാക്കരുത്, സ്വലാത്ത് ഒഴിവാക്കരുത്, ഒരു നന്മയും കൈവിട്ട് കളയരുത്. എല്ലാ നന്മയും നമ്മളുടെ കൂടെ കുറച്ചെങ്കിലും ഉണ്ടാവണം. ഞാൻ ഈ കുറച്ചെങ്കിലും എന്ന് പറഞ്ഞത് കുറച്ചെങ്കിലും മാത്രം ചെയ്യാനില്ല. റമളാനിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു സൗകര്യം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്. ആ സൗകര്യം എന്താണെന്നറിയാമല്ലോ, ശൈത്താൻ, പിശാച് റമളാനിൽ അല്ലാഹുവിനെ ചെങ്ങല കെട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആശാൻ തുറന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് കൂടെ ഗുസ്തി നടത്തിയിട്ട് വേണം നമുക്കിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് റമളാനിൽ ചെയ്ത് അത്രയും ചെയ്യുന്നില്ല എങ്കിലും അത് പറ്റ ഒഴിവാക്കല്. 12 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാഫ് താഴത്തേക്ക് പോയിക്കോട്ടെ. കാരണം അപ്പോഴത്തേക്ക് തിരിച്ചു പിടിക്കാൻ അടുത്ത റമളാൻ വരുമല്ലോ. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വസിയ്യത്ത് പാലിക്കാൻ എനിക്ക് ആദ്യം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. പരീക്ഷയിൽ ഉന്നത വിജയം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. രോഗം കൊണ്ടും മറ്റു മാനസികമായ മറ്റു പ്രയാസത്തിലുമൊക്കെ കഷ്ടപ്പെടുന്ന ഞങ്ങൾ പല ആളുകളും, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീ തീർത്ത് കൊടുക്കണമേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വഖഫ് ബില്ലും മറ്റുമൊക്കെയായി പ്രശ്നനെ എല്ലാത്തിന്റെയും മുകളിൽ നീയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആ തോന്നൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹു. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നാഥ നീ സഹായിക്കണേ അല്ലാഹു. മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ ആവശ്യവും പടച്ചോനെ ഞങ്ങൾ നിന്നോട് പറയുകയാണ്. നീ അത് ഏറ്റെടുക്കുകയും നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.